സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ ഒരു വീഡിയോയിലേക്കാണ് കേട്ടോ. ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിൽ നിന്നുള്ള പഞ്ചുകുൻ എന്ന 7 മാസം പ്രായമുള്ള മക്ക കുരങ്ങന്റെ അതിജീവനവും അതിനുണ്ടായ വലിയ സ്വീകാര്യതയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. അമ്മ ഉപേക്ഷിച്ചതിന് പിന്നാലെ മൃഗശാലയിൽ ഒറ്റപ്പെട്ടുപോയ കുഞ്ഞു പഞ്ചിന് അന്ന് കൂട്ടായത് ഒരു ഓറഞ്ച് പാവയാണ്. ഈ ഓറഞ്ച് ഉട്ടാൻ കളിപ്പാട്ടത്തെ സ്വന്തം അമ്മയെപ്പോലെ കണ്ട് ചേർത്ത് പിടിക്കുന്ന വീഡിയോ അത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം ഒരുപോലെ കീഴടക്കിയിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി വരാം. സ്വീകരിക്കുന്ന സന്തോഷത്തിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്കിപ്പം കവിത ബാബു ചേരുന്നുണ്ട് തത്സമയം. കവിത, ശരിക്കും സന്തോഷത്തിന്റെ ഒരു കാഴ്ച നമ്മളൊക്കെ ഏറെ വേദനയോടെ കണ്ടതാണ്. അമ്മ നഷ്ടപ്പെട്ട ആ കുഞ്ഞു കുരങ്ങ് ആ പാവയെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നത്. അന്നൊന്നും ആ വർഗത്തിൽപ്പെട്ട മറ്റു കുരങ്ങന്മാരൊന്നും ഇതിനെ സ്വീകരിച്ചില്ല. പക്ഷേ അതിജീവിച്ചു, ആ വേദനകളെയെല്ലാം മറികടന്നു, ഒറ്റപ്പെടലിനെ മറികടന്നു. ഇപ്പൊ ശരിക്കും അതിജീവനത്തിന്റെ ഒരു പ്രതീകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തായാലും ട്രെൻഡിങ് ആണ്. അദ്ദേഹം ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഈ വിഷ്വൽ എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നമ്മുടെയൊക്കെ ഫീഡിനെ അങ്ങ് എടുത്തു എന്ന് തന്നെ പറയാം. ഈ ഒരു കുഞ്ഞു കുരങ്ങൻ, അപ്പോൾ ഈ കുഞ്ഞു കുരങ്ങൻ്റെ പേര് പഞ്ചെന്നാണ്. പഞ്ചെന്ന് പറയുന്ന കുരങ്ങൻ 2025 ജൂലൈയിലാണ് ജനിക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ അമ്മ ഉപേക്ഷിച്ച് പോയതാണ്. എങ്ങനെയാണ് ഉപേക്ഷിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അമ്മ ഉപേക്ഷിച്ച് പോയ കുരങ്ങൻ ജപ്പാനിലെ ഒരു മൃഗശാലയിലാണ്. ഈ മൃഗശാലയിലെ ബാക്കി കുരങ്ങിൻ്റെ കൂടെയൊക്കെ ഇത് ചേരാനൊക്കെ ഒരുപാട് ശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിലും ബാക്കി കുരങ്ങൾ ഇതിനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് ഈ മൃഗശാലയിൽ ഉള്ള ആളുകൾ, ഈ കുരങ്ങനെ പരിപാലിക്കുന്ന ആളുകൾ ഈ കുരങ്ങനൊരു ചെറിയ ഓറഞ്ച് കളറിലുള്ളൊരു ഒറാങ്കുട്ടൻ പാവയെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ഈ പാവ ഈ പഞ്ചിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി മാറുകയാണ്. അപ്പോൾ ഈ പഞ്ച് പോകുന്നിടത്തൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഈ പാവ ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൂടാതെ തന്നെ ബാക്കി കുരങ്ങളെ കാണുന്ന സമയത്ത് പഞ്ച് ഒന്ന് പോയി ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ കുരങ്ങ് ആടി ഓടിക്കുന്ന സമയത്ത് പഞ്ച് ഓടിപ്പോയിട്ട് തൻ്റെ പാവയുടെ കീഴിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നതും. അപ്പം ഇപ്പം ഈ പാവ എന്ന് പറയുന്നത് പഞ്ചിനേക്കാൾ ഇരട്ടി വലിപ്പം വരുന്നൊരു പാവയാണ്. അപ്പം അമ്മയെ പോലെ തന്നെ പഞ്ച് ഈ പാവയോടൊപ്പം ചേർന്നിരിക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടലിൽ ഒരുപാട് ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇതിനെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കൊടുത്തത്. അപ്പം നമുക്ക് കാണാം എല്ലാവരും ഇതിനെ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ വളരെ സങ്കടം വരുന്നതാണ് ഈ പാവ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത്, ഇതും കൊണ്ട് ഇങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ മൃഗശാലയിലെ ആൾക്കാർ ഇതിന് ഭക്ഷണം കൊടുക്കാൻ വരുന്ന ആൾക്കാർ വരുമ്പോൾ ബാക്കി കുരങ്ങന്മാരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ച് ചെയ്യുന്നത് ഈ ഭക്ഷണം കൊടുക്കാൻ വരുന്ന ആളുടെ ദേഹത്ത് ചാടി കയറുകയും അയാളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മളെയൊക്കെ ഒരുപാട് എന്താണ് ഈച്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ആരാണ്, ഇത് എന്താണ്, എന്താ ഈ കുട്ടിക്കുരങ്ങൻ്റെ പിന്നിലുള്ള കഥ എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കി പോകുന്നുണ്ട്. എന്തായാലും ആ മൃഗശാലയിലെ ആൾക്കാർ തന്നെ ഇപ്പം പുറത്ത് പറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ 7 മാസം മുമ്പുള്ളതാണ്. ഇപ്പോൾ പഞ്ച് സന്തോഷവാനാണ്, ആരോഗ്യവാനാണ്. അവിടെയുള്ള മറ്റു കുരങ്ങുകളുമായിട്ടൊക്കെ ചേർന്ന് കളിക്കാനും കൂടെ സഹവസിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളതായിട്ട് അവിടുത്തെ ആൾക്കാർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്.
തീർച്ചയായും എന്തായാലും പഞ്ചുകുഞ്ഞ് ഇപ്പോൾ ഹാപ്പിയാണ്. ഒരു സമയത്തുണ്ടായ വേദനയും ഒറ്റപ്പെടലിന്റെ അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പൊ എന്തായാലും സ്വന്തം വർഗത്തിലുള്ള മറ്റു കുരങ്ങന്മാർ അതിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. വലിയ സന്തോഷം തോന്നുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. കാരണം ആ സമയത്ത്, അമ്മയില്ലാത്ത സമയത്ത് അത് അനുഭവിച്ച വേദനകളും ഒറ്റപ്പെടലുകളും എത്രത്തോളം പ്രയാസമുണ്ടായിരുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതിനെ അങ്ങ് മാറ്റി നിർത്തുകയായിരുന്നു. അന്ന് ആശ്രയമായിരുന്നത് മൃഗശാല അധികൃതർ മാത്രമായിരുന്നു. ആ സമയത്തും പക്ഷേ ഈ ദൃശ്യങ്ങളൊക്കെ വൈറലായപ്പോൾ ലോകം മുഴുവൻ ഈ കുഞ്ഞു കുരങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ശരിക്കും അതിജീവനത്തിന്റെ ഒരു പ്രതീകമായി തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ കുഞ്ഞു കുരങ്ങനെ. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി അടക്കം ആ കുരങ്ങന്റെ ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ശരി കവിത.